കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രസംഗം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഉമർസുല്ലമിയിലെ ഈ നബിക്ക് സീന് വായിച്ചു എന്നുള്ള ഹദീസ് അതിന്റെ സംഘം ശരിയാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അദ്ദേഹം ആ ഹദീസിനെ സ്വീകരിക്കപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രചാരണമാണ്. അതെന്താണെന്ന് വിശദീകരിച്ചത്? നബിക്ക് സെഹർ ബാധിച്ചു എന്നുള്ള ഹദീസ് സഹീഹ് ബുഖാരിയിലുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഹദീസ് സ്വീകാര്യമാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരമ്പര മാത്രം ശരിയായി മാത്രം പോരാ. അതിൻ്റെ ആശയം എന്താണ്? ഒന്ന്, പരിശുദ്ധ ഖുർആനുമായി യോജിക്കണം. അതേപ്രകാരം വ്യക്തമായ മനുഷ്യൻ്റെ ബുദ്ധിയുടെ പ്രസ്താവനയ്ക്ക് യോഗ്യമായിരിക്കണം ഹദീസ്. അതല്ലാതെ ശാസ്ത്രത്തിന് ഖണ്ഡിതമായി എതിരായിത്തീരുകയും പരിശുദ്ധ ഖുർആന്റെ പ്രസ്താവനയ്ക്ക് എതിരായിത്തീരാൻ അങ്ങനെ വന്നാൽ ആ ഹദീസ് സ്വീകാര്യമല്ല, അത് തള്ളപ്പെടുന്ന ഹദീസിന്റെ കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഹദീസിനെ പറ്റി ഇതുവരെയും വിലായത പ്രസ്ഥാനം അംഗീകരിച്ചു വന്നിട്ടില്ല, ചർച്ചകൾക്ക് വന്നിട്ടില്ല. വലിയൊരു ഖുർആൻ പരിഭാഷ മമാനി മൗലവി എഴുതിയിട്ടുണ്ട്. ആ പരിഭാഷയിൽ ഈ സിഹറിനെ പറ്റി വലിയ ചർച്ച നടന്നിട്ടും ആ ഹദീസ് ചർച്ച കിട്ടില്ല. മാത്രമല്ല, മുഹമ്മദ് നബിക്ക് മാനസിക രോഗം ബാധിച്ചു എന്ന് പറഞ്ഞാൽ അത് വളരെ അടിസ്ഥാനപരമായി ഖുർആനും തെറ്റാണ്, മതവിരുദ്ധവുമാണ് ആ കാര്യം. അത്തരം ഹദീസുകൾ മാറ്റിവെക്കുക, ചർച്ചയ്ക്ക് എടുക്കാതിരിക്കുക എന്നതാണ് വിലായത്ത് പ്രസ്ഥാനം ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ള നയം. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.